ഓക്കെ. അത് എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം കൊള്ളാമോ? നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അല്ലേ? അതൊക്കെ കണ്ടു തീർത്താൽ തന്നെ 2018 പ്രളയത്തിൽ അവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ കാർ നിർത്തിക്കുന്ന അവിടം വരെ. കാറിൽ പോവാം, ചാറ്റ് പോവാം, പുഴയിൽ പോവാം, പുഴയിൽ കുളിക്കാൻ പോവാം. കാറിൽ പോവാം. അപ്പോൾ ഇതാ നമുക്ക് മാറ്റാനുള്ള ഡ്രസ്സും തോർത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ എടുക്കണ്ട, അതവിടെ പോയിട്ട്. ഓക്കെ, എവിടെയെങ്കിലും പോണെന്ന് അറിഞ്ഞ ഭയങ്കര സന്തോഷമാണ് മാധു. പുഴയിലാണ് പോണത്. അതുകൊണ്ട് ഇപ്പോൾ മാധുവിന് കംഫർട്ടിന് വേണ്ടി ഒരു ട്യൂബുണ്ട്, നമുക്ക് അതും കൂടെ എടുക്കാം. ആണ് നമ്മുടെ റോഡ്. വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നത്. കണ്ടില്ലേ, കുണ്ടും കുഴിയും. ഇതിന് പറ്റിയൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വീട്ടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. അതും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെയാണ് പോകേണ്ടത്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവസ്ഥയെന്ന്. ഈ കാണുന്നതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആണല്ലേ റോഡിന്റെ അവസ്ഥ. ആ റോഡ് മോശമാണ്, അങ്ങോട്ട് പോകാൻ പറ്റൂല. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇപ്പോൾ ഇവിടെ റോഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വൈകിട്ടൊക്കെ വന്നാൽ ചിലപ്പോൾ ആനയെ കാണാം. എങ്കിലും ഇപ്പോഴൊന്നും വരരുതേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം. അപ്പോൾ മാധു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എവിടെ ട്യൂബ്? എവിടെ ട്യൂബ്? ഓ വാവ്, രണ്ടുപേരും കൈയും വീശി വെറുതെ നടന്നു കേട്ടോ. ഇത് എന്റെ വീഡിയോ ഒന്നും. ഇതാണ് ഗൈസ് അവസ്ഥ. കടന്നിലുണ്ടോ? കടന്നില് തേനീച്ചയാണല്ലേ? തേനാണ് കടന്നില്ല, തേന. പത്തായ കടന്ന് പെരുന്തേനാണത് ഗൈസ്. അതാണ് പെരുന്തേൻ, കാട്ടിലൊക്കെ കാണുന്നതാണ്. പെരുന്തേനാണ് ഇങ്ങനെ. പെരുന്തേൻ വെച്ചാൽ പെരിയ തേൻ. ഇതാണ് നമ്മുടെ നാട്. ഇപ്പൊ വെള്ളം എല്ലാം വറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേനലിങ്ങനെ നിൽക്കുമ്പോൾ കുറയും. അപ്പോൾ ഇവിടെ കുളിക്കാൻ സൗകര്യമില്ല, നല്ല വെയിലും ഒക്കെയാണ്. നമുക്ക് വേറെ സ്ഥലം പിടിക്കാം. ഇല്ല, അപ്പോൾ ഇതുവഴിയാണ് ആൾക്കാർ നടന്നു പോകുന്നത്. അപ്പോഴത്തൊക്കെ ഉണ്ട് വീടുണ്ട്. അപ്പോൾ അവരുടെ ഏക ആശ്രയമാണ് ഈ ഒരു പാലം ആണല്ലേ. ടാസ്ക്കാണ്. ഇടിഞ്ഞ് വീഴാറായ ഒരു കമ്പൗണ്ട് ഉണ്ടാക്കിയ പാലമാണ്. വളരെ കഷ്ടിച്ചാണ് പോണത്. നോക്കിയാണ്.
നേരത്തെ അവർ ഫോറസ്റ്റുകാർ അതങ്ങോട്ട് പോയി. നമ്മളെ മേളിൽ നിന്നിപ്പം കണ്ടില്ലേ, അവരത് കഴിഞ്ഞു നടന്നുപോയി. കണ്ടില്ലേ നമ്മളാണ്ട് അവിടെ നിന്നപ്പോൾ. തണുപ്പില്ലല്ലേ? ഞാൻ പറഞ്ഞ അവിടെയാണ് അതുകൊണ്ട് അങ്ങ് വഴിയേ ആനയ്ക്കുള്ളതാണോ മ്ലാവിനുള്ളതാണോ പന്നിക്കുള്ളതാണോന്ന് പറഞ്ഞില്ല. ഇവിടെയാണ് ഇത്തിരി തണലുള്ളത്, നമുക്ക് ഇവിടെ കുളിക്കാം അല്ലേ? അല്ലേ ഒരു കപ്പ് എടുത്തുണ്ടോ വെള്ളത്തിൻ്റെ? മണാലി അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മളെ നാട് തന്നെ കണ്ടാൽ മതിയല്ലേ? എന്തുമാത്രം കാണാൻ മണാലി. കുണുമണാലി നമ്മൾ ഒരുപാട് പൈസ മുടക്കി അങ്ങ് ദൂരത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അല്ലേ? അതൊക്കെ കണ്ടു തീർത്താൽ തന്നെ ഗൈസ് മടിച്ചു നിൽക്കാതെ വരൂ, നാടൊക്കെ ഒന്ന് കാണൂ. ഇപ്പോൾ നല്ല ഉപ്പിലിട്ട മാങ്ങയും മുളകും. ഓ ഇതെവിടെ കയറി മുമ്പ് കടിച്ചത്? വീണ കുണ്ടി നല്ല തല്ലും കേട്ടാ, കുണ്ടി തല്ലെന്ന് വെച്ചാ പിടിക്കും. അത് എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം കൊള്ളാമോ? ഓക്കെ വേണ്ട ഇങ്ങനെ ഓക്കെ ഓക്കെ. ലൈക്ക് ചെയ്യാൻ പറ, ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ, കമന്റ് ചെയ്യാൻ പറ. ഇവിടെ കുളിക്കാൻ ഒരു സുഖമില്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. മാധുവിന് സങ്കടമായി കേട്ടാ, മാധു കരയാണ് ഇവിടുന്ന് പോണോണ്ട്. നമുക്ക് വേറെ സ്ഥലത്ത് പോവാമേ, നമുക്ക് മുങ്ങി കുളിക്കാനും അപ്പൊക്കെ കുളിക്കണ്ടേ. അപ്പൊ നമുക്ക് വേറെ സ്ഥലത്ത് കുളിക്കാൻ പോവാമേ കേട്ടാ. അടിപൊളി സ്ഥലമാണത്, നമുക്ക് ഇവർ കൂടെ കാണിച്ചു കൊടുക്കാം. ഇവരും കുശം പൂജ കെട്ടേണ്ട, ഇവർക്കും കാണിച്ചു കൊടുക്കാമേ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഇവിടെ നല്ല വെയിലും കുളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അവിടെ ഇല്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. നമ്മൾ വിചാരിച്ച പോലെ അത്ര സുഖം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോവാം.
എന്തായാലും നമ്മളിന്ന് കുളിച്ചിട്ടേ പോകുന്നുള്ളൂ. അതുപോലെ സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്തോ ഇതുവഴി ഇറങ്ങും. ടാസ്ക് ആണ്, നോക്കി ഇറങ്ങാം. അന്ന് വീണ ഓർമ്മയുണ്ടല്ലേ? ട്യൂബ് എടുത്തില്ല. ട്യൂബ് എടുക്കില്ല. ട്യൂബ് എടുക്കാനുള്ള ആഴമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഫോണിൽ ചാർജ് തീരാറായി. ഇനിയും ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. സോ ഗൈസ്, ഇതാണ് നമ്മൾ വന്ന സ്ഥലം. മറ്റൊരു സ്ഥലം ഇത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ. പക്ഷെ അതിന് വേണ്ടത്ര ലൈക്കോ സപ്പോർട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിനും കിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഞാൻ ഇടുന്നു. കണ്ടില്ലേ എങ്ങനെയുണ്ട് എൻ്റെ നാട്? ഫോണിൽ ചാർജ് തീരാതായതുകൊണ്ട് ഒരുപാട് വീഡിയോ എടുക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി മാധുവിനെ ഒന്ന് കുളിപ്പിക്കുക, എനിക്കും കുളിക്കുക, തിരിച്ച് വീട്ടിലിട്ട് പോകുന്നു. ഇപ്പോൾ നല്ല വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് മാധുവിനെ പറ്റിയ ഇതാണോ? ഇതാണ് പറ്റിയ സ്ഥലമല്ലേ? ആദ്യമേ ഇവിടെ വന്നാൽ മതിയായിരുന്നു. അപ്പയ്ക്ക് ചെരുപ്പൂരി കൊടു. വീട്ടിലായാലും കാട്ടിലായാലും ഞം 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 ഞം. കിട്ടിയ സമയം കൊണ്ട് കുറച്ച് മീൻ പിടിച്ചു. മധു, മിമ്മി മിമ്മി, ഓ വീഴല്ലേ മിമ്മി. ഓക്കെ, ഇവിടെ ആദ്യമേ വന്നിട്ടുള്ളതല്ലേ? അങ്ങോട്ട് പോണ്ട. ഹായ്. സൂപ്പർ. ഇവിടെയാണ് സൗകര്യം. ആദ്യമേ ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഒരു വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ എങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ തെറ്റുകൾ സംഭവിക്കാം, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.